പി വി അൻവറിന്റെ ആരോപണത്തിന്റെ പശ്ചാത്തലത്തിൽ കരിപ്പൂരിലെ സ്വർണ്ണക്കടത്ത് വിശദമായി അന്വേഷിക്കാൻ പ്രത്യേക അന്വേഷണ സംഘത്തെ രൂപീകരിച്ചു. സുജിത് ദാസ് മലപ്പുറം SP ആയിരിക്കുകയാണ് കരിപ്പൂരിൽ ഏറ്റവും കൂടുതൽ സ്വർണം പോലീസ് പിടികൂടിയിരിക്കുന്നത് എന്നാണ് മനസ്സിലാക്കുന്നത്. സമീർ ബിൻ കരീം മലപ്പുറത്ത് നിന്നും തത്സമയം ചേരുന്നു. ഗുഡ് മോർണിംഗ് സമീർ, വിശദാംശങ്ങൾ. വെരി ഗുഡ് മോർണിംഗ് SKN. പി വി അൻവർ ഉന്നയിച്ച ആരോപണങ്ങൾ അന്വേഷിക്കുന്ന പ്രത്യേക അന്വേഷണ സംഘമാണ് കരിപ്പൂരിലെ സ്വർണ്ണക്കടത്തിന്റെ പഴയകാല വിവരങ്ങളെല്ലാം തന്നെ ശേഖരിച്ച് വിശദമായ അന്വേഷണത്തിലേക്ക് നീങ്ങുന്നത് എന്നുള്ളതാണ് നമുക്ക് ഇപ്പോൾ ലഭ്യമായിരിക്കുന്ന വിവരം. നിലവിൽ സസ്പെൻഷനിലായിരിക്കുന്ന സുജിത് ദാസ് IPS മലപ്പുറം SP ആയിരുന്ന കാലത്താണ് 2.5 വർഷത്തിനിടെ 124 കേസുകളിലായി 150 കിലോ സ്വർണം വിമാനത്താവളത്തിന് പുറത്ത് വെച്ച് പോലീസ് പിടികൂടിയത് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ടതായിട്ടുള്ള ഒരു കാര്യം. ഇതുമായി ബന്ധപ്പെട്ട് പി വി അൻവർ MLA ആരോപണം ഇതിൽ കൂടുതൽ സ്വർണം, അതായത് പിടികൂടുന്ന ഓരോ കേസുകളിൽ നിന്നും കുറേ അധികം സ്വർണം പോലീസ് അടിച്ചു മാറ്റി എന്നുള്ളതാണ് പി വി അൻവർ MLA ഗുരുതരമായി തന്നെ ആരോപിച്ചത്. ഇന്നലെ DIG അദ്ദേഹത്തിന്റെ മൊഴിയെടുത്ത ഘട്ടത്തിലും ഇതുമായി ബന്ധപ്പെട്ട് സ്വർണ്ണക്കടത്തുമായി ബന്ധപ്പെട്ട പോലീസിന്റെ പങ്ക് തെളിയിക്കുന്ന രേഖകൾ താൻ DIGക്ക് കൈമാറി അതുമായി ബന്ധപ്പെട്ട മൊഴികളും നൽകി എന്നാണ് പി വി അൻവർ MLA വ്യക്തമാക്കിയത്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, വയനാട് സ്വദേശിനിയായിരിക്കുന്ന ഒരു സ്ത്രീയുടെ പക്കലിൽ നിന്നും കരിപ്പൂരിൽ പോലീസ് സ്വർണം കടത്തി എന്നുള്ള പേരിൽ വിമാനത്താവളത്തിന് പുറത്ത് വെച്ച് പിടിച്ചിരുന്നു എന്നാണ് പി വി അൻവർ പറയുന്നത്. എന്നാൽ ആ സ്ത്രീയുടെ പക്കൽ മറ്റൊരു ഏതാണ്ട് ഒരു കുട്ടികൾ കളിക്കുന്ന സൈക്കിളിന്റെ രൂപത്തിലുള്ള ഒരു സ്വർണം അവർ കടത്തിക്കൊണ്ട് വന്നിരുന്നു. അത് പോലീസ് രേഖയിലൊന്നും തന്നെ കാണിച്ചില്ല. പകരം ഇവരുടെ കയ്യിൽ നിന്ന് പിടിച്ച സ്വർണ്ണാഭരണങ്ങൾ മാത്രം രേഖയിൽ കാണിക്കുകയും അത് കോടതിയിൽ ഹാജരാക്കുകയും ചെയ്തു. എന്നാൽ ഇവർ കടത്തിക്കൊണ്ടുവന്ന സൈക്കിളിന്റെ രൂപത്തിലുള്ള സ്വർണം പോലീസും പൂർണ്ണമായും തന്നെ അടിച്ചു മാറ്റി എന്നായിരുന്നു പി വി അൻവർ MLA ആരോപിച്ചത്. അതോടൊപ്പം തന്നെ എടവണ്ണ റിദാൻ ബാസിൽ വധക്കേസുമായി ബന്ധപ്പെട്ട് സ്വർണ്ണക്കടത്തിന് പങ്കുണ്ട്. ഈ റിദാന്റെ മൊബൈൽ ഫോണുകളിൽ സ്വർണ്ണക്കടത്തുമായി ബന്ധപ്പെട്ട പോലീസിന്റെ പങ്കടക്കം തെളിയിക്കുന്ന രേഖകൾ ഉണ്ടായിരുന്നു. അതുകൊണ്ട് റിദാനെ പോലീസ് ഉൾപ്പെടെ റിദാന്റെ കൊലപാതകത്തിൽ പോലീസിന് ഉൾപ്പെടെ പങ്കുണ്ട് എന്നുള്ള മൊഴിയും ഇന്നലെ പി വി അൻവർ അന്വേഷണ സംഘത്തിന് നൽകിയിരുന്നു. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം SKN, കരിപ്പൂരിലെ സ്വർണ്ണക്കടത്ത് കൂടി ഇതുമായി ബന്ധപ്പെട്ട് നമ്മൾ പറയേണ്ടതുണ്ട്. കരിപ്പൂർ വിമാനത്താവളത്തിൽ സ്വർണവുമായി എത്തുന്ന യാത്രക്കാർ കസ്റ്റംസിന്റെ ആധുനിക സംവിധാനങ്ങളുള്ള എല്ലാത്തരം പരിശോധനകളെയും അതിജീവിച്ചുകൊണ്ട് വിമാനത്താവളത്തിന് പുറത്തെത്തുമ്പോഴാണ് പോലീസ് ഇവരെ പിടികൂടുന്നത് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതായത് കസ്റ്റംസിന്റെ ആധുനിക സംവിധാനങ്ങളെ പോലും മറികടന്ന് പുറത്തെത്തുന്ന യാത്രക്കാരെ പോലീസിന് രഹസ്യവിവരത്തിന്റെ അടിസ്ഥാനത്തിൽ പിടികൂടാൻ കഴിയുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതിലാണ് കസ്റ്റംസ് പോലീസ് ഒത്തുകളിയും ഇവരുടെ സ്വർണം അടിച്ചു മാറ്റലുമുണ്ട് എന്നുള്ള പി വി അൻവറിന്റെ ആരോപണം വരുന്നത് എന്നുള്ളതാണ്. പിന്നീട് ഈ പുറത്തു വെച്ച് പിടികൂടുന്ന യാത്രക്കാരെ കസ്റ്റംസിന്റെ 7 പോസ്റ്റിലെത്തിച്ച് ചോദ്യം ചെയ്ത് അങ്ങനെയാണ് സ്വർണം പിടികൂടുന്നത് എന്നതാണ് പോലീസിന്റെ നിലവിലത്തെ വാദം. എന്നാൽ അങ്ങനെയല്ല എന്നാണ് പി വി അൻവർ പറയുന്നത്. കസ്റ്റംസ് നേരത്തെ തന്നെ സ്വർണ്ണക്കടത്തുകാരെ ഐഡന്റിഫൈ ചെയ്യും, ഈ പരിശോധനയിൽ ഐഡന്റിഫൈ ചെയ്യും, അക്കാര്യം പോലീസിനെ അറിയിക്കും. തുടർന്ന് പോലീസ് ഇവരെ പുറത്തു വെച്ച് പിടികൂടി ആ പിടികൂടുന്ന സ്വർണത്തിൽ നിന്നും ഒരു നിശ്ചിത അളവ് സ്വർണം അടിച്ചു മാറ്റുകയും അത് കസ്റ്റംസും പോലീസും പങ്കിട്ടെടുക്കുന്നു. അതിന് നേതൃത്വം നൽകിയത് സുജിത് ദാസ് IPSഉം MR അജിത് കുമാറുമാണ് എന്നുള്ളതാണ് പി വി അൻവറിന്റെ ആരോപണം. ഇതുമായി ബന്ധപ്പെട്ട തെളിവുകളും അദ്ദേഹത്തിന്റെ മൊഴികളും തന്നെ ഇന്നലെ DIGക്ക് കൈമാറി എന്നതാണ് പി വി അൻവർ വ്യക്തമാക്കിയത്. ഇതുകൂടി കണക്കിലെടുത്താണ് നിലവിൽ DGPയുടെ നേതൃത്വത്തിലുള്ള പ്രത്യേക അന്വേഷണ സംഘം കരിപ്പൂരിലെ സ്വർണ്ണക്കടത്ത് കൂടി വിശദമായി അന്വേഷിക്കുന്നത് എന്നതാണ് നമുക്ക് ലഭ്യമായിരിക്കുന്ന വിവരം. താങ്ക് യു സമീർ ബിൻ കരീം.